ഇത് നോക്കി. ഇതെന്താ ഫോമല്ലേ? അവിടെ കുറെ ബുക്ക് ഇരിക്കുന്നു. ഇതിന് വരെ പ്രേമലേഖനം മറ്റേ കാണുമോ? ഫോൺ നിക്ക് ഞാൻ പോയെടുക്കാം. ഹലോ, വിളിക്കാവേ. മേഘയ്ക്കൊരു ഫോൺ. ഹലോ, ഹായ്, ഹായ്. എന്താ ചേച്ചി? ആരായിരുന്നു ഫോണിൽ? ഒരു അന്വേഷണ കമ്മീഷന് മുമ്പാകെ മാത്രമേ ഞാൻ ഈ രഹസ്യം വെളിപ്പെടുത്തുകയുള്ളൂ. ഇത് ഞാൻ എന്റെ കണ്ണേട്ടിന് കൊടുത്ത വാക്കാണ്. അമ്മേ, ബൈ. എന്താ ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ അന്വേഷണം ഒരു പടി കൂടി മുന്നോട്ട് പോയിരിക്കാണെന്ന് മാത്രം ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. വാ. ഹലോ, മംഗല്യസൂത്രം എം.ഡി. ജോൺ സാമുൽ സ്പീക്കിംഗ്. ആര്? കുട്ടിയോ? ഓ, മണിക്കുട്ടി മണിക്കുട്ടി മണിക്കുട്ടി, പറയൂ 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 പറയൂ. മേഘയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. കണ്ടുപിടിച്ചോ? ഉവ്വ്, മേഘയ്ക്കൊരു കാമുകനുണ്ട്. അയ്യോ ചേച്ചി. കാമുകനോ? ആരാണ്? ആരാണെന്ന് എനിക്കറിയില്ല. ബൈക്കിൽ വന്ന ഒരാടെ കൂടെ മേഘ ഇപ്പൊ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അയാളുടെ നമ്പർ അറിയോ? സോറി, അയാളെ വണ്ടി നമ്പർ അറിയോ? അത് പിന്നെ ഞാൻ നോട്ട് ചെയ്യാതിരിക്കൂ. പറയൂ പറയൂ പറയൂ. ഒരു മിനിറ്റ് പേരെടുക്കട്ടെ. പറഞ്ഞോളൂ. KL 7A. ഇതാണോ? അത് സ്കൂട്ടർ അല്ലേ? കണ്ട അറിഞ്ഞൂടെ? ഇതാ ഇത് നോക്കിയേ, അത് സൈക്കിള്. അയ്യോ, എന്ത് പറ്റിയിരുന്നോളെ? ഇടയ്ക്കിടയ്ക്ക് തല ചുറ്റുന്നു. അപ്പൊ ചുറ്റിച്ചോ? നിങ്ങൾ സംസാരിച്ചിരിക്കൂ, ഞാനിപ്പോ വരാം. കല്യാണ ദിവസം കണ്ടപ്പോ എനിക്ക് തോന്നിയതാ ഇയാൾ നിന്നെ എത്രയും പെട്ടെന്ന് ചുറ്റിക്കുന്നു. ഉടനെ വേണ്ടെന്നാ ബെന്നി പറയുന്നത്. അയ്യോ, അയാൾ അങ്ങനെയൊക്കെ പറയും. കല്യാണം കഴിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ചുരുങ്ങിയത് 6 മാസത്തിനുള്ളിലെങ്കിലും പ്രസവിക്കണമെന്നാണ് എന്റെ തിയറി. അല്ലെങ്കിൽ നമുക്ക്
അയ്യോ, അവരെവിടെ പോയി? ശിവനെ, അവനെ വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്താണോ? Never. ഒരിക്കലുമില്ല. മിസ്റ്റർ കർണൻ, മേഘയെ വിവാഹം കഴിച്ച് ഒരു ഹാപ്പി ലൈഫ് സ്വപ്നം കാണുന്ന ഒരു കാമുകൻ ഒരിക്കലും അത് ചെയ്യില്ല. അതാണ് ലവ് സൈക്കോളജി. മാരേജ് ആക്ട് 305 പറയുന്നത് അത് തന്നെയാണ്. മിസ്റ്റർ കരുണാകരൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു പട്ടി ഇവിടെ മരിക്കുമ്പോ മറ്റു ചില തെണ്ടിപ്പട്ടികൾ ഇവിടെ ജനിക്കുന്നു. ജനിച്ചവന് പകരം മരണം നടക്കുമ്പോ മരിച്ചവന് പകരം വീണ്ടും ജനനം. ഇങ്ങനെ ജനനവും മരണവും തമ്മിലടിക്കുമ്പോ ജനിപ്പിച്ചവനാ മക്കളെ മരിക്കാണ്ട് മരിക്കണം. അവര് വന്നു. അതെ, പോലീസ്. വണ്ടി നമ്പർ ശരിയല്ലേ? അതെ, ശരി തന്നെയാണ് സാർ. വണ്ടി എടുക്കണം. ഇത് എന്റെ വണ്ടിയല്ല, എന്റെ വണ്ടി കൈനീട്ടി പോണ്ടേ. അത് മനസ്സിലായി. സ്റ്റേഷനിലേക്ക് ഈ പോലീസുകാരൊക്കെ ബസ്സിനത് എഴുതിയങ്ങോട്ട് പോയത്. നമുക്ക് ചൈനീസ് ഫുഡ് വാങ്ങിക്കാൻ പോയതായിരിക്കും. അത് ഈ ഏരിയയിൽ നല്ലത് കിട്ടില്ല മിസ്റ്റർ കർണൻ. എന്റെ തലവിധി. ഏത് സമയത്താണോ എനിക്ക് വീടിന്റെ വേലയാടാൻ തോന്നിയത്. വേലിയുമ കിടന്ന പാമ്പിന്റെ അടുത്ത് അതേലി വെച്ചെന്ന് പറഞ്ഞ പോലെ. അത് ശരിയല്ലേ കർണൻ? ഏകദേശം ശരിയാണ്. മാരി കയറൊന്ന് അഴിച്ചു തന്നിരുന്നെങ്കിൽ എനിക്കൊരു അത്യാവശ്യത്തിന് ഒരിടം വരെ പോയി. എവിടെ പോകാതെ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യുന്നത് പട്ടികളെ പോണ കാര്യമല്ല. ഒരു പട്ടി ഇവിടെ മരിക്കുമ്പോ ഒരു പട്ടി ജനിച്ചതിന്റെയാണ് നമ്മളിപ്പോ അനുഭവിക്കുന്നത്. അത് ഏത് പട്ടിയാണോ? പോയി പോയി പോയി. ഇതിനൊക്കെ എവിടെ നിന്നൊക്കെ ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ടാ? ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരിടത്തുനിന്നും ഒന്നും മോഷ്ടിച്ചിട്ടില്ല. സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്റെ അവസാനത്തെ അടവ് പ്രയോഗിച്ചു. സത്യം പറയാൻ നെടുങ്ങാട് കൊല്ലം കൊട്ടിയാലും തരും. അയ്യോ അയ്യോ, തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെ സകല കാറുകളും ബസ്സുകളും ഞാൻ തന്നെ പൊട്ടിച്ചത്. അവിടെ സ്ഥലം ഉണ്ടായില്ലേ? കരുണാകര, എന്താ? രണ്ട് പച്ച ഇറുക്കിലി എടുത്ത് അറ്റം കൂർപ്പിച്ച് വെളിച്ചെണ്ണയെ മുക്കി സെറ്റപ്പ് ചെയ്ത് കൊണ്ടുപോവാ. എന്റെ ബാലഗോപാലനെ എന്നെ തെറ്റിക്കുമ്പം പാടടി കാരണം അവന്. നിർത്തണം അതിന്റെ പാട്ട്. മണിക്കുട്ടി, എന്നെ ഒന്ന് എഴുന്നേപ്പിച്ചിരുത്ത്. എനിക്ക് കിടക്കാൻ വയ്യ. അയ്യോ, എനിക്കിരിക്കാനും വയ്യ. ഇരുത്ത്. ഈ കാലൊന്ന് സമം പോയി. എന്റെ കരുണേട്ടനെ ഇങ്ങനെ ഇടിച്ചവനെ ഇതാ ഏറ്റവും വിഷമുള്ള പാമ്പേതാ? ശംഖുവരൻ. ശംഖുവരൻ കുത്തി ചാവണേ എന്റെ സ്വയംവരാനന്ദ സ്വാമി. ഒന്ന് പതുക്കെ. ഇതിലും ഭേദം പോലീസുകാരുടെ ഈർക്കിൽ പ്രയോഗമായിരുന്നു എന്റെ മണിക്കുട്ടി. എന്റെ മണിക്കുട്ടി വലിയ സ്നേഹത്തിലാണല്ലോ. ഈ എണ്ണയിട്ട് തീരുന്നവരേ ഉള്ളൂ. എന്താ? നമ്മുടെ സ്വന്തം ആളല്ലേ അവള്. നീ തീരുന്ന നല്ല സുഖം. കരുണേട്ടാ, ഇത് മർദ്ദത പിരിഞ്ഞ് കഷായവാ. ഹേമദണ്ഡ മുഴുവൻ മാറി കിട്ടും. ഒന്നും മാറില്ല. വിനാശകാല വിപരീത ബുദ്ധിന്ന് കേട്ടിട്ടേ ഉള്ളൂ. നീ എന്തിനാ കരുണ വല്ലവന്റെ ഒക്കെ മോട്ടോർ ബൈക്കിന്റെ പുറകെ പോയത്? എല്ലാം ഈ കുരുത്തം കെട്ടവന് വേണ്ടിട്ടല്ലയോ? ഇവന് വേണ്ടിട്ടോ? എന്താണ് വെറുതെ പറയണമേ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് തുറന്നു പറയും. ഇനി സാറെന്തോ തുറന്നു പറയാനിരിക്കുന്നേ? കാരണം അവന് മോട്ടോർ സൈക്കിൾ വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരില്ലായിരുന്നോ? കണ്ടവന്റെ ബൈക്കും സ്കൂട്ടറും ഒക്കെ മോഷ്ടിക്കാൻ വല്ല കാര്യമുണ്ടോ? ഇപ്പൊ തറവാടിന് തന്നെ മാനക്കേടായില്ലേ? ഇപ്പൊ നാട്ടുകാരൊക്കെ കള്ളക്കള്ളാരോ അയ്യോ അയ്യോ. കാരണം ഇങ്ങോട്ട് കയറുക. ഈ അവസ്ഥയിൽ ഇവിടെ നിൽക്കുന്നതാ നല്ലത്. അവസ്ഥയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്, ജോൺ സാമുവൽ ജീവിച്ചിരിപ്പുണ്ടോ എന്തോ. ഞാൻ ഹെൽപ്പ് ചെയ്യാമാവാ. പോടാവില്ലേ? സാമൂലച്ചാന്റെ കാര്യം ഞങ്ങൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഒന്നും പറ്റാതിരുന്നത് ദൈവത്തിന്റെ കൃപയാ. എല്ലാം ദൈവത്തിന്റെ കൃപ തന്നെ, വേറെ ഒരു കുഴപ്പമില്ല. ഇപ്പൊ തെക്കോട്ട് മാത്രമേ നോക്കാൻ പറ്റുന്നുള്ളൂ. വടക്കോട്ട് നോക്കണമെങ്കിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വന്നു. പെടല് ഞരമ്പിന് അടിയേറ്റത്. ആശാനൊന്നും പറ്റിയില്ലല്ലോ. ഒന്നും പറ്റിയില്ലല്ലോ. അച്ഛനകത്തോട്ടിരിക്കും. ഈ കക്ഷി ഒരു റാങ് ഇൻഫർമേഷൻ മംഗല്യസൂത്രത്തിന് നൽകിയത് കൊണ്ടാണ് ഞാൻ ഈ നിലയിലായത്. കേട്ടോ വരും, എന്റെ 12 വർഷത്തെ മാരേജ് ബ്യൂറോ എക്സ്പീരിയൻസിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം. അയ്യോ അതെ, അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. ഇനി മേഘയുടെ നീക്കങ്ങൾ കൃത്യമായിട്ട് ഞാൻ എത്തിച്ചോളാം.
മേഘയുടെ നീക്കങ്ങളോ? അതെ ചേച്ചി, ഈ മേഘങ്ങളുടെ നീക്കം നോക്കിയാലേ മഴ പെയ്യോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും. ശീമോനെ ലേശം കഷായം എടുക്കട്ടെ. 2 ലാർജ് ആകാം. മണിക്കുട്ടി പീഡനി. അയ്യോ, നമ്മുടെ കല്യാണക്കാരൊക്കെ ശരിയാക്കണ്ട അപ്പോ. കല്യാണം കഴിക്കണ ശരീരം വേണ്ടേടോ. ഇനി ഈ ശരീരം കൊണ്ട് എന്ത് പ്രയോജനം? വേസ്റ്റ്. എല്ലാം ശരിയാക്കാന്നേ പുതിയൊരു ചൊവ്വാദോഷക്കാരൻ ഇന്നലെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതെയോ? നമുക്ക് അയാളുടെ വീഡിയോയിലൊന്ന് പോയാലോ? പോകാൻ തന്നെ എന്റെ തീരുമാനം. പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട്. കക്ഷി കക്ഷി എണ്ണ കറുപ്പാ. എണ്ണ കച്ചവടോ? ഛേ, എണ്ണ കറുപ്പാണെന്ന്. ഓഹോ, കറുപ്പാണെന്ന് ഉറപ്പാണോ? കറുപ്പാണെന്നാ കറുപ്പും തറയില്ല കുറുപ്പ് പറഞ്ഞത്. കറുപ്പടിക്കുന്ന കുറുപ്പല്ലയോ?